നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തെയും ഇന്ത്യയും ഒരുപോലെ ഉത്കണ്ഠയിലാക്കിയ ഒരു സംഭവത്തെ കുറിച്ചാണ്. കൊച്ചിയുടെ തീരത്ത് നിന്ന് അത്രയധികം ദൂരെയല്ലാത്ത അറബിക്കടലിൽ ഒരു വലിയ ചരക്കു കപ്പൽ പൂർണ്ണമായി മുങ്ങിത്താഴുന്ന ആ ഞെട്ടിക്കുന്ന സംഭവം. MSC എൽസ 3 എന്ന ലൈബീരിയൻ പതാകവാഹക കപ്പൽ വെറും ഒരു കപ്പലായിരുന്നില്ല, മറിച്ച് കണ്ടെയ്നറുകളിലെ ചരക്കുകൾക്കൊപ്പം നമ്മുടെ തീരദേശ പരിസ്ഥിതിക്കും ഒരുപക്ഷെ നമ്മുടെ നാളെയും ശുദ്ധമായ കടൽ സമ്പത്തിന് ഭീഷണി ഉയർത്താൻ സാധ്യതയുള്ള ഒരു ദുരന്തമായിരുന്നു അത്. ഈ വീഡിയോയിൽ ഈ അപകടത്തിന്റെ ഓരോ ഘട്ടങ്ങളെക്കുറിച്ചും അതിന്റെ വ്യാപ്തിയെക്കുറിച്ചും അത് നമ്മുടെ പരിസ്ഥിതിയിലും സമൂഹത്തിലും ഉണ്ടാക്കുന്ന ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ചും നമ്മൾ വിശദമായി ചർച്ച ചെയ്യും. സംഭവങ്ങളുടെ തുടക്കം മെയ് 24 വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് കൊച്ചിയിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു MSC എൽസ 3, ഒരു സാധാരണ ചരക്ക് കപ്പൽ യാത്ര. എന്നാൽ കൊച്ചി തീരത്ത് നിന്ന് ഏകദേശം 38 നോട്ടിക്കൽ മൈൽ, അതായത് ഏകദേശം 70 കിലോമീറ്റർ അകലെ വെച്ച് ആ യാത്ര അപ്രതീക്ഷിതമായി വഴിമാറി. കപ്പലിന് സാങ്കേതിക തകരാറുകൾ സംഭവിച്ചു. അപ്രതീക്ഷിതമായി കപ്പൽ ഒരു വശത്തേക്ക് ഏകദേശം 26 ഡിഗ്രി വരെ ചെരിഞ്ഞു. കടലിൽ കപ്പൽ ചെരിഞ്ഞാൽ ഉണ്ടാകുന്ന ഭീകരമായ അവസ്ഥ നമുക്ക് ഊഹിക്കാവുന്നതാണ്. വലിയ കണ്ടെയ്നറുകൾ, ഭാരമേറിയ ചരക്കുകൾ എന്നിവയുമായി ഈ ഭീകരമായ കപ്പൽ നിയന്ത്രണം വിട്ട് ഒരു വശത്തേക്ക് ചെരിഞ്ഞപ്പോൾ കപ്പലിൽ ഉണ്ടായിരുന്ന കണ്ടെയ്നറുകൾ ഓരോന്നായി കടലിലേക്ക് തെറിച്ചു വീഴാൻ തുടങ്ങി. കടൽക്ഷോഭവും പ്രതികൂല കാലാവസ്ഥയും ഈ ദുരന്തത്തിന്റെ തീവ്രത വർദ്ധിപ്പിച്ചു. കപ്പലിലെ ജീവനക്കാർക്ക് തങ്ങളുടെ കപ്പൽ അപകടത്തിലാണെന്നും നിയന്ത്രണം നഷ്ടമായെന്നും മനസ്സിലായി. ഉടൻ തന്നെ അവർ അധികൃതരെ വിവരം അറിയിച്ചു. ഈ അപകട വാർത്ത അറിഞ്ഞ ഉടൻ തന്നെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡും ഇന്ത്യൻ നാവികസേനയും അക്ഷരാർത്ഥത്തിൽ രക്ഷാപ്രവർത്തകരായി പാഞ്ഞെത്തി. അവരുടെ വേഗതയും കാര്യക്ഷമതയും ഇവിടെ എടുത്തു പറയേണ്ട ഒന്നാണ്. കപ്പലിൽ ആകെ 24 ജീവനക്കാരാണ് ഉണ്ടായിരുന്നത്. വിവിധ രാജ്യക്കാരായ ഈ ജീവനക്കാരുടെ ജീവൻ രക്ഷിക്കുക എന്നതായിരുന്നു ഏറ്റവും വലിയ ദൗത്യം. പ്രതികൂല കാലാവസ്ഥ വെല്ലുവിളികളെ അതിജീവിച്ച് കോസ്റ്റ് ഗാർഡിന്റെയും നാവികസേനയുടെയും സംഘങ്ങൾ കപ്പലിലേക്ക് എത്തുകയും മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ 24 ജീവനക്കാരും സുരക്ഷമായി രക്ഷപ്പെടുത്തുകയും ചെയ്തു. അവരെ കൊച്ചി തീരത്തെത്തിച്ച് ആവശ്യമായ വൈദ്യസഹായവും മറ്റു സൗകര്യങ്ങളും ലഭ്യമാക്കി. ഈ രക്ഷാപ്രവർത്തനം ഇന്ത്യൻ സായുധ സേനയുടെ ധീരതയുടെയും കാര്യക്ഷമതയുടെ മികച്ച ഉദാഹരണമാണ്. എന്നാൽ ജീവനക്കാരെ രക്ഷപ്പെടുത്തിയത് മാത്രം ആ ദുരന്തം അവസാനിച്ചില്ല. അപകടത്തിന്റെ യഥാർത്ഥ വ്യാപ്തി അപ്പോഴും കടലിന്റെ അടിത്തട്ടിൽ ഒളിഞ്ഞു കിടക്കുകയായിരുന്നു. ജീവനക്കാരെ രക്ഷപ്പെടുത്തിയതിനു ശേഷം തൊട്ടു പിന്നാലെ മെയ് 25, അതായത് അപകടം നടന്നതിന് പിറ്റേ ദിവസം MSC എൽസ എന്ന ഭീമാകരമായ കപ്പൽ പൂർണ്ണമായി കടലിന്റെ ആഴങ്ങളിലേക്ക് താഴ്ന്നുപോയി. അതൊരു വലിയ കാഴ്ചയായിരുന്നു. 640 കണ്ടെയ്നറുകളാണ് ഈ കപ്പലിൽ ഉണ്ടായിരുന്നത്. അതിൽ എത്രയെണ്ണം മുങ്ങുന്നതിന് മുമ്പ് കടലിലേക്ക് വീണു, എത്രയെണ്ണം കപ്പലിനൊപ്പം ആഴങ്ങളിലേക്ക് പോയി എന്ന് കൃത്യമായ കണക്കുകൾ ഇപ്പോഴും ലഭ്യമല്ല. എന്നാൽ മുങ്ങിയ കപ്പലിൽ നിന്ന് പുറത്തു വന്ന കണ്ടെയ്നറുകൾ പിന്നീട് കേരളത്തിന്റെ വിവിധ തീരങ്ങളിൽ, പ്രത്യേകിച്ച് കൊല്ലം, ആലപ്പുഴ തുടങ്ങിയ പ്രദേശങ്ങളിൽ അടിഞ്ഞുകൂടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് മറ്റൊരു വലിയ ആശങ്കയ്ക്ക് വഴിവെച്ചിട്ടുണ്ട്. ഈ കപ്പലിൽ കൊണ്ടുപോരുന്ന ചരക്കുകളുടെ സ്വഭാവമാണ് ഈ ദുരന്തത്തെ കൂടുതൽ ഗൗരവമാക്കുന്നത്. കേവലം സാധാരണ ചരക്കുകൾ ആയിരുന്നില്ല ഈ കണ്ടെയ്നറുകളിൽ. ലഭിച്ച വിവരങ്ങൾ അനുസരിച്ച് 640 കണ്ടെയ്നറുകളിൽ 13 എണ്ണത്തിൽ അപകടകരമായ രാസവസ്തുക്കളായിരുന്നു. ഇതിൽ 12 എണ്ണം കാൽസ്യം കാർബൈഡ് അടങ്ങിയവയായിരുന്നു. കാൽസ്യം കാർബൈഡ് വെള്ളവുമായി കലരുമ്പോൾ വിഷവാതകമായ അസറ്റിലിൻ പുറത്തുവിടും. ഇത് മനുഷ്യർക്കും കടൽ ജീവികൾക്കും ഒരുപോലെ അപകടകരമാണ്. കൂടാതെ കപ്പലിൽ വൻ തോതിൽ ഇന്ധനവും ഉണ്ടായിരുന്നു. ഏകദേശം 84 മെട്രിക് ടൺ ഡീസലും 360 മെട്രിക് ടൺ ഫർണസ് ഓയിലും ഉണ്ടായിരുന്നു. ഈ ഇന്ധന ചോർച്ച ഉണ്ടായാൽ അത് കടൽ പരിസ്ഥിതിക്ക് വലിയ ആഘാതം സൃഷ്ടിക്കും. എണ്ണക്കറകൾ കടൽ ജീവികളെ കൊല്ലുകയും തീരദേശത്തെ ആവാസ വ്യവസ്ഥയെ തകർക്കുകയും ചെയ്യും. ഓരോ കണ്ടെയ്നറുകളും സൂക്ഷ്മമായി പരിശോധിക്കുകയും അതിലെ ഉള്ളടക്കം എന്താണെന്ന് കണ്ടെത്തുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഈ രാസവസ്തുക്കൾ കടലിൽ കലർന്നാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ ഭീകരമായിരിക്കും. മത്സ്യസമ്പത്തിനെ അത് ദോഷകരമായി ബാധിക്കും. മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവന മാർഗത്തെ ഇത് നേരിട്ട് ബാധിക്കും. കൂടാതെ കടലിൽ നിന്ന് ശേഖരിക്കുന്ന ഭക്ഷ്യവസ്തുക്കളിൽ വിഷാംശം കലരാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. ഈ അപകടം തീരദേശ പരിസ്ഥിതിക്ക്, പ്രത്യേകിച്ച് കേരളത്തിന്റെ അതിലോലമായ തീരദേശ ആവാസ വ്യവസ്ഥയ്ക്ക് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്.
മുങ്ങിയ കപ്പലിൽ നിന്നുള്ള കണ്ടെയ്നറുകൾ കടലിൽ ഒഴുകി നടന്ന് വിവിധ തീരങ്ങളിൽ അടിഞ്ഞുകൂടുന്നത് നമ്മൾ കണ്ടു. ഇവയിൽ ചിലത് തുറന്ന നിലമായിരുന്നു. ഈ കണ്ടെയ്നറുകളിൽ എന്തെല്ലാം ഉണ്ടായിരുന്നു എന്ന് വ്യക്തമല്ല. വിഷവസ്തുക്കൾ കടലിൽ കലർന്നിട്ടുണ്ടെങ്കിൽ അത് വർഷങ്ങളോളം നിലനിൽക്കുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ കാരണമാകും. കടൽ പക്ഷികൾ, കടൽ സസ്തനികൾ, മത്സ്യങ്ങൾ, പവിഴപ്പുറ്റുകൾ തുടങ്ങിയ കടലിലെ എല്ലാ ജീവജാലങ്ങൾക്കും ഇത് ഭീഷണിയാണ്. എണ്ണച്ചോർച്ച ഉണ്ടായാൽ അത് ജലത്തിന്റെ ഉപരിതലത്തിൽ ഒരു പാളി ഉണ്ടാകുകയും സൂര്യപ്രകാശം കടലിന്റെ അടിത്തട്ടിലെത്തുന്നത് തടയുകയും ചെയ്യും. ഇത് കടലിലെ സസ്യങ്ങളെയും അതുവഴി സസ്യങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്ന മറ്റ് ജീവികളെയും ബാധിക്കാൻ സാധ്യതയുണ്ട്. ദീർഘകാല അടിസ്ഥാനത്തിൽ ഇത് കടലിലെ ജൈവ വൈവിധ്യത്തെ ഇല്ലാതാക്കാൻ വരെ സാധ്യതയുണ്ട്. നമ്മുടെ മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവന മാർഗം പൂർണ്ണമായും കടലിനെ ആശ്രയിച്ചാണ്. കടൽ മലിനമായാൽ മത്സ്യസമ്പത്ത് കുറയുകയും ഇത് ആയിരക്കണക്കിന് കുടുംബങ്ങളെ ദുരിതത്തിലാക്കുകയും ചെയ്യും. മലിനമായ മീനുകൾ കഴിക്കുന്നത് മനുഷ്യരുടെ ആരോഗ്യത്തിന് ഹാനികരമാണ്. ഒരു വലിയ ദുരന്തത്തിന്റെ പാരിസ്ഥിതിക ആഘാതം അടുത്ത തലമുറകളിലേക്കും ചിലപ്പോൾ വ്യാപിച്ചേക്കാം. ഈ വിഷയത്തിന്റെ ഗൗരവം ഉൾക്കൊണ്ട് കേരള സർക്കാർ അടിയന്തരമായി വിഷയത്തിൽ ഇടപെട്ടു. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശം നൽകുകയും ചെയ്തു. കോസ്റ്റ് ഗാർഡിന്റെ സാക്ഷ്യം എന്ന കപ്പലും വിമാനങ്ങളും ഇപ്പോഴും അപകട സ്ഥലത്ത് നിരീക്ഷണം തുടരുന്നുണ്ട്. എണ്ണ ചോർച്ചയുണ്ടോ എന്ന് കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. നിലവിൽ കാര്യമായ എണ്ണ ചോർച്ച റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നതാണ്. എന്നിരുന്നാലും തീരത്തടിയുന്ന കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യുന്നതിൽ അതീവ ജാഗ്രത പുലർത്തണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കണ്ടെയ്നറുകളിൽ അപകടകരമായ വസ്തുക്കൾ ഉണ്ടാകാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് ജാഗ്രത പുലർത്താൻ പറയുന്നത്. ആരും അവയെ തൊടാനോ അടുത്തേക്ക് പോകാനോ പാടില്ലെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിവരങ്ങൾ ലഭിക്കുന്നതിനായി അധികൃതർ മുന്നിൽ വരാനും പൊതുജനങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ അപകടം ഒരു പാഠമായി കണ്ടുകൊണ്ട് മുന്നോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ്. ഭാവിയിൽ ഇത്തരം ദുരന്തങ്ങൾ ഒഴിവാക്കുന്നതിനും നിലവിലുള്ള നഷ്ടങ്ങൾ പരിഹരിക്കുന്നതിനും ദീർഘകാല പദ്ധതികൾ ആവിഷ്കരിക്കണം. കൊച്ചി തീരത്തിനടുത്തുള്ള ഈ കപ്പൽ ദുരന്തം വലിയ പാരിസ്ഥിതിക വെല്ലുവിളിയാണ് നമുക്ക് മുന്നിൽ വെക്കുന്നത്. എണ്ണച്ചോർച്ചയും രാസവസ്തുക്കളും സാന്നിധ്യവും കടലിന്റെ ആവാസ വ്യവസ്ഥയെ എന്നേക്കുമായി മാറ്റിമറക്കാൻ സാധ്യതയുണ്ട്. ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്ന മറയ്ക്ക് നമ്മൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് പങ്കുവെക്കാനും കൂടുതൽ വിവരങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.